നമസ്കാരം. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ ആത്മാഭിമാനവും നയതന്ത്ര കരുത്തും വിളിച്ചോതുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നയമാണ് ഭാരതം സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മഞ്ഞപ്പയറിന് 30% തീരുവ ചുമത്തിയ കേന്ദ്ര സർക്കാർ നടപടി കേവലം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരം ചോദ്യം ചെയ്യുന്നവർക്കുള്ള വ്യക്തമായ താക്കീതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുത്തത്? അതിന് കാരണം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികളാണ്. 2025 ഓഗസ്റ്റിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തെ ചൊല്ലി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% വരെ നികുതിയാണ് അമേരിക്ക അടിച്ചേൽപ്പിച്ചത്. നമ്മുടെ വസ്ത്രം, രത്നങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ എന്നിവയുടെ കയറ്റുമതിയെ ഇത് സാരമായി ബാധിച്ചു. ഒരു സുഹൃദ് രാജ്യമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ തകർക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന 30% നികുതിയിലൂടെ അമേരിക്കയിലെ നോർത്ത് ഡെക്കോട്ടയിലെയും മൊണ്ടാനയിലെയും കർഷകരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇന്ത്യ പയർവർഗ്ഗങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവാണ്. അമേരിക്കൻ പയറിന് നികുതി കൂട്ടുന്നതിലൂടെ 2 പ്രധാന ഗുണങ്ങളാണ് ഇന്ത്യക്കുണ്ടാവുന്നത്. അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിന് കൃത്യമായ മറുപടി. ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ കർഷകർക്ക് മികച്ച വില ലഭിക്കാനും പയർ ഉൽപ്പാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടാനും ഇത് സഹായിക്കും. കനേഡിയൻ പയറിനും നികുതി വർദ്ധിപ്പിച്ചതിലൂടെ ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കുക എന്ന ഉറച്ച നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ നടപടി അമേരിക്കൻ സെനറ്റർമാരെ പോലും വിറപ്പിച്ചിരിക്കുകയാണ്. ട്രംപിനോട് ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്നും ഈ നികുതി കുറപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ലോക വിപണിയിൽ ഇന്ത്യയെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ സമ്മർദ്ദം. മോദി ഭരണകൂടത്തിൻ്റെ ഈ റെസിപ്രോക്കൽ താരിഫ് നയം ആഗോളതലത്തിൽ ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് വഴങ്ങുന്ന പഴയ ഇന്ത്യയല്ല ഇത് പുതിയ ഇന്ത്യയാണ്. നമ്മുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. വിപണി തുറന്നു നൽകുന്നത് പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന സന്ദേശം അമേരിക്കയ്ക്ക് കൃത്യമായി എത്തിക്കാൻ ഈ തീരുമാനത്തിലൂടെ ഇന്ത്യക്ക് സാധിച്ചു. ഭാരതത്തിൻ്റെ ഈ ധീരമായ നടപടിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.